അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ സ്വർഗ്ഗപ്രവേശനം ലഭിച്ച് ഭാഗ്യവാന്മാരായി തീരുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. ഇന്ന് പരിശുദ്ധ റമദാനിന്റെ മഹത്വങ്ങളെ, അതിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് പറയുന്ന അതിന്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വർഗത്തിന്റെ കവാടങ്ങൾ ഈ മാസത്തിൽ തുറക്കപ്പെടും എന്നുള്ള കാര്യം. നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യം. ഇത് ഈ റമദാനിന്റെ ഒരു പ്രത്യേകതയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഇദാ ജാ റമദാൻ, റമദാൻ വന്നു കഴിഞ്ഞാൽ ഫുതിഹത്ത് അബ്വാബുൽ ജന്നത്തി, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. മലർക്കെ തുറന്നു കിടക്കുന്ന ഒരു സ്വർഗത്തിന്റെ ഒരു രൂപം നാം ചിന്തിക്കുക. സ്വർഗത്തിന്റെ എന്തെങ്കിലും ഒരു അനുഗ്രഹം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇവിടെ. എന്നാൽ ഏകദേശം നമ്മുടെ ഈ പരിമിതികൾ വെച്ചുകൊണ്ട് ചിന്തിക്കണമെങ്കിൽ, അവിടുത്തെ ഒരു കാര്യത്തെ ചിന്തിക്കണമെങ്കിൽ അതിന്റെ മിസിലുകൾ ഇവിടെ ഉണ്ടായിരിക്കണം ദുനിയാവിൽ. അപ്പോഴേ നമുക്ക് അവിടെ ഇതുണ്ട് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ എത്രയോ ഇതിന്റെ മുകളിലുള്ള, ഇതിനേക്കാൾ എത്രയോ ക്വാളിറ്റിയുള്ള, എത്രയോ മുകളിലുള്ള അനുഗ്രഹീതാവസ്ഥകൾ കൊണ്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ചെറിയ ഒരു മിസിൽ ഇവിടെ വേണം. അവിടെ വീടുണ്ട് എന്ന് മാളികകളുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ചെറിയൊരു വീടെങ്കിലും നമുക്ക് വേണം. അപ്പോഴേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അതിന്റെ ഉയർന്ന തലത്തേക്ക്, നമുക്ക് ഉയർന്ന തലങ്ങൾ ഉണ്ട് എന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആ അടിസ്ഥാനത്തിൽ അവിടെ അരുവികളുണ്ട്, അവിടെ ആരാമങ്ങളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കണമെങ്കിൽ ദുനിയാവിൽ നമുക്ക് അരുവികൾ കാണണം, നമ്മൾ ആരാമങ്ങൾ കാണണം, നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി മനോഹരാവസ്ഥകൾ നമ്മൾ അനുഭവിക്കണം. ഇതിന്റെയൊക്കെ എത്രയോ അപ്പുറത്തുള്ള ഒരു വലിയ അനുഗ്രഹങ്ങളുടെ കലവറയാണ് സ്വർഗം എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇവിടെ അതിന്റെ മിസിലുകൾ വേണം, ഏകദേശം ചെറിയ മിസിലുകൾ വേണം. അതിലാണ് ഇവിടെ അവിടുത്തെ പല കാര്യങ്ങളും പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അവിടെ അങ്ങനെയുണ്ട്, അവിടെ ഇങ്ങനെയുണ്ട്. നമുക്ക് മനസ്സിലാവാൻ ഇവിടെ അതിന്റെ ചെറിയ ചെറിയ രൂപങ്ങളെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ ആ 8 കവാടങ്ങളും മലർക്കെ തുറക്കപ്പെട്ടുകൊണ്ടിട്ടുള്ള ഒരു അവസ്ഥ നാം ചിന്തിച്ചു നോക്കുക. എത്ര മനോഹരമായിരിക്കും അത്. മനോഹരം എന്ന് പറയാൻ അതിനൊരു വാക്കുകളില്ലാത്ത അത്രയും വലിയ മനോഹരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും, ഒരു കാഴ്ചയായിരിക്കും ആ സ്വർഗം. ആ സ്വർഗത്തിൽ നിന്നാണ് നമ്മൾ വന്നത്. ആദം നബി അലൈഹിസ്സലാമിനെ പുറത്താക്കിയത്, ഇബ്ലീസ് സ്വീപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ ആ ഇബ്ലീസിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് മാറി നമ്മുടെ ആത്മാവിന് വന്നിട്ടുള്ള അറപ്പുകളും കറുപ്പുകളും വെറുപ്പുകളും അഴുക്കുകളും മാറ്റി നിർത്തിക്കൊണ്ട് ശുദ്ധീകരണത്തിലൂടെ ആ പ്രവേശനം, ആ സ്വർഗീയ പ്രവേശനത്തിന് നാം യോഗ്യത നേടുക എന്നതാണ് ഈ പരിശുദ്ധ റമദാനിൽ നാം ചെയ്യേണ്ട കാര്യം. മറ്റൊന്ന്, റമദാനിന്റെ പ്രത്യേകതകളിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുമെന്ന് പറഞ്ഞ് പുണ്യനബി പഠിപ്പിക്കുന്നു. അതികഠോരമായ അതീതമായ രീതിയിൽ അതിഗൗരവമായിട്ടുള്ള നരകത്തിന്റെ ആ അകത്തളങ്ങൾ ഒരിക്കലും പുറത്തു കാണാത്ത വിധം അതിന്റെ കവാടങ്ങൾ ഭദ്രമായി കൊട്ടിയടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നരകം അതിഭയാനകമാണ്. തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത്, എന്റെ തെറ്റിനൊക്കെ ശിക്ഷ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു എന്റെ നന്മകൾക്ക് പിന്നെ അവസാനം എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുമല്ലോ എന്ന് സമാധാനിക്കുന്ന പലരും ഉണ്ട്, പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല. നരകം എന്നുള്ള അതിഭയാനകമായ അള്ളാഹുവിന്റെ ആ സൃഷ്ടിയുടെ മുന്നിൽ, ആ നരകത്തിന്റെ ആ ഗൗരവത്തിന് മുന്നിൽ നോക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. എവിടെയോ കിടക്കുന്ന നരകത്തിന്റെ എത്രയോ വിദൂരത്ത് പോലും ഒരു പറവ പാറിപ്പോയാൽ പോലും അത് കരിഞ്ഞു വീഴുമെന്ന് നമ്മെ പഠിക്കുന്നുണ്ട്. അത്രയും വലിയ ഗൗരവമാണ് നരകം. ആ നരകത്തിൽ ഒരു കാരണവശാലും നമുക്ക് അതിൽ ഒരു സെക്കൻഡെങ്കിലും നമ്മൾ അകപ്പെടുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പിന്നെ നമുക്ക് സ്വർഗമേ പറ്റൂ. അതിനെന്ത് ചെയ്യണം? ഈ നരകത്തിൽ നിന്ന് മോചിതനാവുന്നതിനുള്ള മാധ്യമങ്ങളെ നാം സ്വീകരിക്കണം. നാം ഇസ്തിഗ്ഫാർ ചെയ്യണം, നമ്മൾ സുഹൃതങ്ങൾ ചെയ്യണം, നന്മകൾ ചെയ്യണം. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം എങ്ങനെയെങ്കിലും നേടി നാം അനുഗ്രഹീതരായി തീരണം. അള്ളാഹു നമ്മെ അനുഗ്രഹീതരാക്കി പെരുമാറാവട്ടെ. റമദാനിൽ നമ്മുടെ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരട്ടെ. നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാൻ അള്ളാഹു ഇത് ഒരു കാരണമാക്കി പെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.